തോന്നില്ലേ? കാരണം നിങ്ങളുടെ അടുത്ത് സത്യാവസ്ഥ ബോധ്യപ്പെടുത്തണം എന്ന് തോന്നി. ഞാൻ ഇതുവരെ ഒരു വർഷമായിട്ട് ഇപ്പം കുറെ നിങ്ങൾ കണ്ടല്ലോ വിസ തട്ടിപ്പ് അതുമായി ബന്ധപ്പെട്ട് വാർത്താ ചാനലിലൊക്കെ ഞാൻ നിറഞ്ഞു നിൽക്കുകയാണ്. അത് സാധാരണ കോടികൾ പറ്റിച്ചവരത് പോലും വരാറില്ല. എൻ്റെ ഈ ഒരു കേസിൽ വരാനുള്ള സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ എന്താ പറയുക, ഒന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പിന്നെ ഇതിൻ്റെ ഇടയിൽ കുറേ സ്റ്റുഡൻറ് വിസ ചെയ്യുന്ന ഏജന്റുമാരുടെ ഇത് UK അങ്ങനെയൊക്കെ കുറേ വന്നുകൊണ്ടിരിക്കുകയാണ്. സത്യാവസ്ഥ അറിയാതെയാണ് ഇവരെല്ലാം ചെയ്യുന്നത്. ഹായ് ഹായ് ഹേ ബ്രദർ ജോൺസണേക്ക് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു കാര്യവും ഇല്ലാത്തൊരു കാര്യത്തിന് എൻ്റെ ഭർത്താവിനെ എന്താ പറയുക പോലീസുകാർ കുറച്ച് മണിക്കൂറിനേക്കാണെങ്കിലും അങ്ങനെ പോകേണ്ടി വന്നതിൽ നല്ല വിഷമമുണ്ട്. എൻ്റെ ജോൺസേട്ടായിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വർക്ക് വിസ സ്റ്റുഡൻറ് വിസ എന്നുള്ള വ്യത്യാസം പോലും ജോൺസേട്ടായിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ജോൺസേട്ടായി എൻ്റെ എന്താ പറയുക എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജോൺസേട്ടൻ. ഇപ്പം ഹാപ്പി ഒന്നുമല്ല, മനസ്സിന് നല്ല സങ്കടമുണ്ട്. പിന്നെ അപ്പോഴും ഞാൻ പരാതിക്കാരിയുടെ കൂടെയാണ്. കാരണം ഞാൻ ഇതുവരെ പറയാത്തൊരു കാര്യം കൂടെ ഞാൻ റിവീൽ ചെയ്യാണ്. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അറിയാം, ഞാൻ ഇതിനു മുമ്പ് ഒരു ഏജൻസിയിൽ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടിട്ടുണ്ട്. എൻ്റെ വീഡിയോ കണ്ടിട്ട് കുറച്ച് പേര് ഞാൻ അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ദിവ്യ എന്തെങ്കിലും വിളിക്കണം, ഓക്കെ തീർച്ചയായിട്ടും വിളിക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു ഏജൻസിക്ക് വീഡിയോ ചെയ്തു കൊടുത്തതാണ്. ആ ഏജൻസി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ലായിരുന്നു അവർ കുറേ വർക്ക് വിസ ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ലായിരുന്നു. എന്നോടൊരു 3-4 വീഡിയോ ചെയ്തു ചോദിച്ചു. അതും നമ്മുടെ വയനാട് സ്വദേശികളാണ്, ഭാര്യയും ഭർത്താവും കൂടിയാണ്. അവരുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇനിയുള്ളതിൽ വരും കേട്ടോ. കാരണം പൈസ ഒക്കെ പോയിരിക്കുന്നത് അവരുടെ കൈവശമാണ്. ഓക്കെ, വീഡിയോ ചെയ്ത് കൊടുക്കുമ്പോഴും ഞാൻ ഇങ്ങനത്തെ ഒരു ചതിയൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവർ മുഖാന്തരം പോയ കുറേ പേർക്ക് അവിടെയും ജോലി ഇല്ലാണ്ടായി, UK എത്തിയിട്ടും ജോലി ഇല്ലാണ്ടായി. അങ്ങനെ ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴും അതുപോലെ ഇവിടെ നിന്ന് കുറച്ച് പേർക്ക് പോകാൻ പറ്റാണ്ടായപ്പോഴും ഞാൻ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഇവരുടെ പൈസ തിരിച്ചു വാങ്ങി കൊടുക്കുന്ന കാര്യത്തിനൊക്കെ ഞാൻ അഹോരാത്രം 1 വർഷമായി ഈ കാൻഡിഡേറ്റുകളെ എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയ വ്യക്തിയാണ് ഞാൻ, എൻ്റെ വീട്ടിൽ എൻ്റെ ഫ്ലാറ്റിൽ. ഇതിൽ എനിക്കുണ്ടായ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നേരത്തെ തന്നെ പറഞ്ഞ പോലെ എനിക്ക് ഈ വിസ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് എനിക്കറിയത്തില്ല. ശരിക്കും അറിയത്തില്ലെന്ന് വെച്ചെങ്കിൽ ഞാനതൊന്നും എൻ്റെ ഒരു കാറ്റഗറി എൻ്റെ ഒരു ഇതല്ല, എനിക്ക് വേറെ ഒരു ബിസിനസ് സിമെന്റ് കടയാണ്. അപ്പൊ ജോൺസേട്ടായിക്ക് വെച്ചിട്ട് ഇതിനെപ്പറ്റി അറിയില്ല. പിന്നെ ഇടയ്ക്ക് എന്റെ സ്റ്റുഡൻസ് ഒക്കെ പോകുമ്പോൾ ഞാൻ ജോൺസേട്ടായിന്റെ ക്രെഡിറ്റ് കാർഡിൽ കുറച്ച് എമൗണ്ട് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറ്റും, പ്രീമിയം കാർഡാണ്. അപ്പൊ എന്റെ ചില സ്റ്റുഡൻസ് പോകുമ്പോൾ അവരുടെ ഇൻഷുറൻസ് അത് വെച്ച് പേ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഈ പരാതിക്കാരിയുടെയും IHS ചാർജ് അടയ്ക്കാൻ വേണ്ടി ക്രെഡിറ്റ് കാർഡ് കൊടുത്തതാണ്, അതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ്. അതിന് ആ ഒരു 3,41,000 കാര്യത്തിനാണ് എന്റെ ഹസ്ബൻഡിനെ പോലീസ് വിളിച്ചുകൊണ്ട് പോയതും. പക്ഷേ ഇത് ഞാൻ ഈ 3,40,000 രൂപ എനിക്ക് ഈ പരാതി കൊടുത്ത ആര്യ എന്ന് പറഞ്ഞാൽ അവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് നമ്മൾ തിരിച്ചിട്ട് കൊടുത്തതാണ് ആ പൈസ. അപ്പൊ ആ എമൗണ്ട് പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണ്ടുന്നത് ഈ 11 ഇമിഗ്രേഷൻ എന്ന് പറയുന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ഞാൻ വീഡിയോ ചെയ്തത്. ആ വീഡിയോ എന്റെ സ്റ്റഡി വിത്ത് ന്യൂസിലും അങ്ങനെയുള്ള എല്ലാ പേജിലും ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത് അർച്ചീവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പം. അപ്പൊ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കാൻഡിഡേറ്റിന്റെ പൈസ ഒരു 3.25 കോടിയുള്ളവരുടെ കയ്യിലുണ്ട്. ഓൾറെഡി UK പോയിട്ടുള്ള ആളുകൾക്ക് കുറെ പേർക്ക് ജോലി ഇല്ലാണ്ടായപ്പോൾ ഞാൻ ഇവരോട് കാല് പിടിച്ച് പറഞ്ഞതാണ്, സോർട്ട് ചെയ്ത് തരണം. കാരണം ആളുകൾക്ക് എന്നെ അറിയത്തുള്ളൂ, ഇവരെ അറിയത്തില്ല. ഇവരുടെ മുഖം എവിടെയും കാണിക്കില്ല. പക്ഷെ ഈ പ്രശ്നം ഉണ്ടായപ്പം പോകാൻ പറ്റാതെ ആയ ആളുകളെ ഞാൻ ഇവരുടെ വീട്ടിൽ കൊണ്ടുപോകുകയും ഇവരുടെ പാരന്റ്സിനോട് വിവരം പറയുകയും അതുപോലെ തന്നെ എല്ലാവർക്കും നോട്ടറി അറ്റസ്റ്റ് ചെയ്ത എഗ്രിമെന്റ് പ്ലസ് ചെക്ക് വാങ്ങി കൊടുക്കുകയും കുറേശ്ശെ പൈസ അവൻ കൊടുത്തോണ്ടിരുന്നായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഞാൻ ഒരു ശരിക്കും ഈ കാൻഡിഡേറ്റിന് നമ്മളൊരു ഉപകാരം ചെയ്ത് കൊടുത്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ വർക്ക് വിസ അല്ല വിസ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയാം. ഞാൻ എൻ്റെ രീതിയിൽ സിമെന്റ് കച്ചവടവും കമ്പി കച്ചവടവും പിന്നെ കുറെ കൃഷിയും കാര്യങ്ങളൊക്കെ പോകുന്ന ആളാണ്. അപ്പം ഞാനീ പബ്ലിക് പ്ലാറ്റ്ഫോമിലൊന്നും വരലില്ല, എനിക്ക് വരാൻ താല്പര്യമില്ലാത്ത സംഭവമാണ്. എനിക്കുമായിട്ടുള്ള ഇഷ്യൂ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ ശരിക്കും ഒരു നിരപരാധി അറസ്റ്റ് ചെയ്തെന്നുള്ള കണ്ടീഷനാണ് വന്നിട്ടുള്ളത്. ഞാൻ എന്താ ഈ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കൊടുത്തു. അത് ഈ കാൻഡിഡേറ്റിൻ്റെ റിക്വസ്റ്റ് പ്രകാരം അവർക്ക് അത്ര എമൗണ്ട് പോകില്ല എന്ന കണ്ടീഷനിൽ നമ്മൾ ഉപകാരം ചെയ്ത് കൊടുത്തതാണ്. അതായത് നമ്മൾ ഫേവർ ചെയ്തതാണ്. അങ്ങനെ പോയി ഷോർട്ടോട്ടോ അല്ലെങ്കിൽ ഫേവർ ചെയ്ത് കൊടുത്ത് അങ്ങനെ ഈ എമൗണ്ട് ഇവരുടെ വിസ റിജക്റ്റ് ആയ സമയത്ത് ഈ എമൗണ്ട് നമുക്ക് തിരിച്ചു കയറി അതേ ദിവസം തന്നെ തൊട്ടിട്ട് ഞാൻ ആദ്യം അന്ന് തന്നെ നമ്മൾ 1,50,000 പിന്നെ 50,000 രൂപ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കംപ്ലീറ്റ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതിന്റെ റിപ്പോർട്ട്സ് കംപ്ലീറ്റ് നമ്മൾ കോടതി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പൊ പിന്നെ അങ്ങനെയുള്ള ആകെ 344 രൂപയുടെ കേസ് കെട്ടി. ബാക്കിയുള്ള ആളുകളുടെ അക്കൗണ്ടില് ഈ ബിബിൻ ജോർജ്, ഈ 11 ഇമിഗ്രേഷന്റെ നടത്തിപ്പുകാരനാണ് ബിബിൻ ജോർജ്, വയനാട് സ്വദേശി. അവന്റെ അച്ഛന്റെ അനിയന്റെ അക്കൗണ്ടിൽ, അവന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ മാത്രം വന്നിരിക്കുന്ന 56 ലക്ഷം രൂപയാണ് കാൻഡിഡേറ്റിനോട് വാങ്ങിയത്. പിന്നെ വന്നിരിക്കുന്നത്, പിന്നെ ആളുകൾ നമ്മളെടുത്ത് എങ്ങനെങ്കിലും പോണം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വരുമ്പം പിന്നെ ഇവൻ ലൈസൻസ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്നൊക്കെയായിരുന്നു എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്. അവൻ ഇപ്പോഴാണെങ്കിലും ലൈസൻസ് ഉണ്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ വീഡിയോ ചെയ്തു കൊടുത്തു, ആളുകൾ എങ്ങനെയും പോട്ടെ എന്ന് ഓർത്ത് കണക്ട് ചെയ്ത് കൊടുത്തു. പക്ഷേ ആ ഒരു ഇൻസിഡന്റിന് ശേഷം എന്നോട് വർക്ക് വിസ ചോദിക്കുന്നവരോട് ഞാൻ പറയാറുണ്ട്, ഇത് ഫ്രോഡാണ്, തട്ടിപ്പാണ്, ഏജന്റുമാരെ തട്ടിപ്പാണ്, ഞാനത് ചെയ്യില്ല. ഒരു ഏജൻസിക്ക് അതിന് ശേഷം ഞാൻ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ തന്നെ ഇട്ട് കൊടുത്തില്ല. ഈ 340,000 രൂപ പിന്നെ അക്കൗണ്ടിലേക്ക് വന്നു എന്നുള്ളൊരു കണ്ടീഷനിൽ എങ്ങനെയാണ് നമുക്ക് ശരിക്കും അല്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ ഈ 341 കണക്കാക്കിയിട്ടേ എങ്ങനെയാണ് പിന്നെ അങ്ങനെ അറസ്റ്റ് ലക്ഷങ്ങൾ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന സമയത്ത് 3,41,000 രൂപ UK ഹോം ഓഫീസിലേക്ക്, ഇമിഗ്രേഷനിലേക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഫണ്ട് വന്നപ്പോൾ റീഫണ്ട് ചെയ്ത ഒരാളെ പോലീസുകാർ വന്ന് വിളിച്ചു കൊണ്ടുപോകണമെങ്കിൽ കോടതി കൊടുത്തിട്ടുണ്ട്. ഇത് മറ്റേ ഈ ഒരു എമൗണ്ടിന്റെ പേരിൽ വളരെ കൊടുത്തിട്ടുണ്ട്, റീഫണ്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയൊരു എമൗണ്ട് വേണ്ടിയിട്ട് എത്രയോ കോടികൾ പറ്റിച്ച് നടക്കുന്ന വരെ മൈൻഡില്ല. പക്ഷേ ഈ ഒരു എമൗണ്ടിന്റെ പേരിൽ ഞാൻ കൽപ്പറ്റ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ 24 മണിക്കൂറുള്ള ആളാണ്. അപ്പോൾ 24 മണിക്കൂറും ആ പരിധിയിലുള്ള ആളെ പിന്നെ ഞാനിവിടെ ഫംഗ്ഷൻ വന്നപ്പോൾ, കോഴിക്കോട് ഫംഗ്ഷൻ വന്നപ്പം ഒരു പിന്നെ പ്രയർ നോട്ടീസോ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റേഷനിൽ കോൾ ചെയ്താൽ അറ്റ്ലീസ്റ്റ് നീ ഇവിടെ എത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തും. ആ ഒരു കോള് പോലും ഇല്ലാതെ അല്ലെങ്കിൽ എനിക്ക് ശരിക്കും മറ്റേ ഈ സ്റ്റേഷനിൽ നിന്ന് അല്ലെങ്കിൽ പിന്നെ പോലീസ് പറഞ്ഞിട്ടില്ല നിങ്ങളുടെ പേരിൽ ഇങ്ങനെ പരാതി ഉണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല. പരാതി ഉണ്ട്, ജോൺസ് ഒരു പരാതി ഉണ്ട് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിൽ എത്ര ഇതിപ്പോൾ ഈ കേസിന് 3-4 മാസത്തെ കേസിട്ടാണ്. അത് കഴിഞ്ഞ് എത്രയോ പ്രാവശ്യം പോലീസ് സ്റ്റേഷൻ പോയിട്ടുണ്ട്. അതൊക്കെ സ്റ്റേഷനിൽ പോയി കാണുന്ന കാര്യങ്ങളൊക്കെ ഓരോ ആവശ്യത്തിൽ പോയിട്ടുണ്ട്. മറ്റേ ഈ ബെയിലിനെ സംബന്ധിച്ചും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ പ്രതിയല്ല. അങ്ങനത്തെ ഒരാളെ ഈ പിന്നെ പെട്ടെന്ന് വന്നിട്ട് ഒരു പ്രയർ നോട്ടീസോ അല്ലെങ്കിൽ ഒരു പിന്നെ ജസ്റ്റ് ഫോൺ കോൾ പോലും ഇല്ലാതെ എങ്ങനെ അറസ്റ്റ് ചെയ്തു എന്നുള്ള ആ ഒരു ഇതിൽ എന്ത് താല്പര്യമാണ് പോലീസിന് എന്നൊക്കെ അത് എനിക്ക് മനസ്സിലാകുന്നില്ല ശരിക്കും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പരാതിക്കാരി SP ഓഫീസിലും DYSPയിലും പോയിട്ട് കുട്ടി ഓട്ടിസം ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് അവരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. അവരുടെ പൈസ പോയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അറിവുള്ളതാണ്. അവരുടെ ഒരു വ്യാജ പരാതിയായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ പൈസ പോയിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ പല ആളുകളുടെ അക്കൗണ്ടിലിട്ട് ഇതെല്ലാം കൂടെ എന്റെ തലയിൽ 44 ലക്ഷം കെട്ടിവെച്ചപ്പോഴാണ് ഞാനാണെങ്കിൽ പോലും ബെയിലിൽ പോയത്. അതുവരെ ഞാൻ അവരോട് പറഞ്ഞാണ്, നമുക്ക് നിങ്ങൾ വാ എന്റെ വീട്ടിലേക്ക് വാ, എന്റെ വീട്ടിലേക്ക് വന്നിട്ട് ഈ ബിബിൻ ജോർജിന്റെ അച്ഛന്റെ അനിയന്റെ മോന്റെ അക്കൗണ്ടിലേക്കും ബിബിൻ ജോർജിന്റെ ഫ്രണ്ടിന്റെ അക്കൗണ്ടിലേക്കുമാണ് ഈ പൈസ ഇട്ടത്. നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, ഞാൻ ഫുൾ എക്സ്പെൻസ് എടുക്കാം, നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റ് എന്താ വെച്ചാൽ ഞാൻ എടുക്കാം, നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് അവരുടെ വീട്ടിൽ പോകാം, നമുക്ക് അവിടെ കുത്തിയിരിക്കാം, പൈസ വാങ്ങാന്ന് ഞാൻ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു വിസ ബാൻ വന്നിട്ടാണ് രണ്ടാമത് ഇവരുടെ കൊല്ലം സ്വദേശിയിൽ നിന്ന് എടുത്തൊരു വിസ ബാൻ വന്നതാണ്. അയാൾ കൊടുത്ത സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് ജെന്യൂനാണ്. പക്ഷെ ഇവരുടെ എന്തോ ഡോക്യുമെന്റിന്റെ പ്രശ്നം കൊണ്ടാണ് ബാൻ വന്നത്. ആ ബാൻ ലെറ്റർ എന്റെ കയ്യിലുണ്ട്. അതും അയാളുടെ അക്കൗണ്ടിൽ പോയ പൈസയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു UK വിസയ്ക്ക് ഇത്ര പൈസ ഇല്ല, നിങ്ങൾക്ക് ബാൻ വന്ന സ്ഥിതിക്ക് നമുക്കത് അവരോട് സംസാരിക്കാം. പക്ഷെ ആരുടെയൊക്കെ ഉപദേശപ്രകാരം ഇവരെന്ത് ചെയ്തു, ഓവർ സ്മാർട്ട് കാണിച്ചിട്ടാണ് എന്റെ പേരിലേക്ക് തട്ടത്. ഇവർ വിചാരിച്ചു എനിക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ എന്റെ മാനഹാനി ഭയന്ന് ഞാനിത് കൊടുക്കുന്നവര് തെറ്റിദ്ധരിച്ചു പോയി. ഒരിക്കലും ഇല്ല കേട്ടോ, എനിക്ക് അങ്ങനത്തെ ഒരു ഇതുള്ള ആളല്ല ഞാൻ. നമ്മളെ കൊടുക്കാൻ വേണ്ടി ഈ പൈസ ആരുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തോ അവരെ കൊണ്ട് കൊടുക്കാൻ പ്രഷർ ചെയ്യിക്കാൻ നല്ല പ്രഷർ ഞാൻ ഈ കാൻഡിഡേറ്റുകളെ കൊണ്ട് കാൻഡിഡേറ്റിന്റെ കൂടെ തന്നെയാണ് എന്നോട്ടിപ്പോ നമ്മുടെ അക്കൗണ്ടിൽ വരാത്ത പൈസ നമ്മൾ ഉപയോഗിക്കാത്ത പൈസ നമ്മൾ എടുത്ത് കൊടുക്കാൻ പറ്റും. വോയിസ് കേൾക്കുന്നില്ലാന്ന് ഇപ്പൊ പിന്നെ അങ്ങനെയൊക്കെയാണ്. ഈ കാൻ ഹിയർ വോയിസ്. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? വോയിസ് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, ഇത് ചുരുക്കി പറഞ്ഞു തരാം. ഞാൻ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏജൻസിക്ക് കുറച്ച് വീഡിയോ ചെയ്ത് കൊടുത്തായിരുന്നു. ഫാമിലി ഫ്രണ്ട് ആണ്, ഭാര്യയും ഭർത്താവും തന്നു ചോദിച്ചപ്പോൾ വീഡിയോ ചെയ്ത് കൊടുത്തു. അപ്പൊ അവർ പറഞ്ഞു അവർക്ക് വർക്ക് വിസ ചെയ്യുന്നുണ്ട്, ലൈസൻസ് ഉണ്ട്, കാര്യങ്ങൾ എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ആ വീഡിയോയിലൂടെ കുറച്ച് ആളുകളെ അങ്ങോട്ട് അവരെ കോണ്ടാക്ട് എന്താ പറയാ അവർക്ക് മിസ്ഗൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത്. എന്റെ വീഡിയോ എനിക്ക് ശരിക്കും പറഞ്ഞു തരാം. എനിക്കെന്താ പറയാ, എനിക്കെന്താ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എന്റെ ജോൺ ചേട്ടായിക്ക് അറിയില്ല, ഒരു കാര്യം പോലും. അങ്ങനെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ജോൺ ചേട്ടായി പൊക്കോട്ടെ, പാവങ്ങളല്ലേ, അതും ജോൺ ചേട്ടായി ചെയ്യില്ല എന്ന് എന്നോട് പറഞ്ഞതാണ്. ക്രെഡിറ്റ് കാർഡ് തരില്ല എന്ന്. കാരണം അതിന്റെ OTP ഒക്കെ വേറൊരാൾക്കൊരു തേർഡ് പേഴ്സൺ നമ്മൾ കൊടുക്കണം. ചെയ്യില്ല എന്ന് പറഞ്ഞിടത്ത് ഞാൻ നിർബന്ധിച്ച് ചെയ്യുകയും ഇനി എന്റെ ജോൺ ചേട്ടായിന്റെ വീട്ടുകാരോട് ഞാൻ എന്ത് പറയുന്നത് എനിക്കറിയില്ല. കാരണം ഓൾറെഡി ആർക്കും ഇഷ്ടമല്ല ഞാൻ ഈ ഫീൽഡിൽ. കാരണം ഞാൻ വല്ലാത്ത ബിസി ആയിപ്പോയി. കാരണം എൻ്റെ അടുത്ത് വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ അങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ വിശ്വസിച്ച് വരുന്നത്. കാരണം പല ഏജൻസികളും വിസ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരെ കൈയൊഴിയും. ഞാൻ അങ്ങനെയല്ല. പോയ സ്റ്റുഡൻസിന് പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ.
അപ്പം ഞാൻ ഫുള്ള് ഇതിൽ ബിസി ആയപ്പോൾ എൻ്റെ മോളാണെങ്കിൽ എന്നോട് പറയും മമ്മിക്ക് എന്നെ നോക്കാൻ സമയമല്ല. എൻ്റെ ജോൺ ചേട്ടൻ്റെ വീട്ടുകാർ പറയും നീ നിർത്ത്, എന്തിനാണ് ഇങ്ങനെ? കാരണം നമുക്ക് സ്റ്റുഡൻറ്റിൻ്റെ അടുത്ത് ഒരു കമ്മീഷനും കിട്ടില്ല, നമ്മൾ വാങ്ങത്തുമില്ല. നമുക്ക് യൂണിവേഴ്സിറ്റി ഒരു കമ്മീഷൻ തരും, അത് ചിലപ്പോൾ 1 വർഷം എടുക്കും കിട്ടാൻ വേണ്ടി. ഈ 1 വർഷം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും നിന്ന് പിന്നെ ഞാൻ കൂടുതൽ ഇതിനകത്ത് എഫേർട്ട് എടുത്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ ബിബി ജോർജ് പറ്റിച്ചു പോയപ്പോൾ കുറേ ആളുകളുടെ പൈസ അവൻ കയ്യിൽ വാങ്ങിയെടുത്തതാണ്, അതിന് തെളിവില്ല. പക്ഷെ കാൻഡിഡേറ്റ് എൻ്റെ മുമ്പിൽ വന്ന് കരയുമ്പം എനിക്ക് അവരോട് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു കാസർഗോഡ് സ്വദേശിനിയിൽ നിന്നൊക്കെ 5 ലക്ഷം രൂപ കയ്യിൽ വാങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പം ഈ കയ്യിൽ വാങ്ങിയ പൈസയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ ഞാൻ ഇട്ട് കൊടുത്തതാണ്. അവരൊക്കെ എനിക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആരുടെ സപ്പോർട്ട് എന്നുള്ളതിനേക്കാളും ഉപരി എനിക്ക് എൻ്റെ ഈ ഒരു ഇവൻ്റെ ഒരു 3.25 കോടിയോളം പറ്റിച്ചെടുത്ത് അവൻ്റെ അച്ഛൻ്റെ അക്കൗണ്ടിൽ, അമ്മേൻ്റെ അക്കൗണ്ടിൽ. എന്നിട്ട് ഇവൻ എൻ്റെ കാൻഡിഡേറ്റിന് ഇവൻ ബ്ലാക്ക് മെയിൽ ചെയ്ത്. ഓക്കെ, അത് കൂടാതെ ഇവൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എനിക്കെതിരെ കൊണ്ടുപോയിട്ട് എനിക്കും കാൻഡിഡേറ്റിനും എതിരെ കൊണ്ടുപോയിട്ട് ഇവൻ മുഖ്യമന്ത്രിക്ക് വരെ കംപ്ലൈന്റ് കൊടുത്തു. ഇവർ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തില്ല, ഇവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്ക് വരെ ഇവൻ കംപ്ലൈന്റ് കൊടുത്തു എനിക്കെതിരെ. എന്നിട്ട് കൽപ്പറ്റ ഡിവൈഎസ്പി കൃത്യമായിട്ട് ഈ കേസ് അന്വേഷിച്ച് പറഞ്ഞാണ് ഇവന്റെ കയ്യിൽ ആളുകളുടെ പൈസ ഉണ്ട്, അത് കൊടുക്കാതിരിക്കാനുള്ള ഇവന്റെ തട്ടിപ്പാണെന്ന് ഡിവൈഎസ്പി വരെ ഇത് കംപ്ലൈന്റ് റിപ്പോർട്ട് ചെയ്തതാണിത്. ഓക്കെ, ഒരാൾ എനിക്കെതിരെ. എന്നിട്ട് ഞാൻ ഇവനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത് എന്നെ വിശ്വസിച്ച പാവം കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇവനൊരു എഗ്രിമെന്റും ചെക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഡേറ്റിൽ ഇവൻ പൈസ കൊടുക്കും. കാൻഡിഡേറ്റ് എന്നോട് പറഞ്ഞു ചേച്ചി അവൻ പൈസ തരട്ടെ, ഇത്രയും പൈസ എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല, എനിക്ക് പറ്റുന്നത്ര ആളുകളുടെ പലിശ അടയ്ക്കാനും അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ സഹായിക്കുന്നുണ്ട്. എനിക്ക് പറ്റാത്തത് കൊണ്ടും അതുപോലെ ഓൾറെഡി UK പോയ കുറേ പേർക്ക് ജോലി ഇല്ലാണ്ടായപ്പം ഞങ്ങൾ 20 സെന്റ് സ്ഥലം വെച്ചിട്ടാണ് കുറേ ഞങ്ങൾ സോർട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ അതിൻ്റെ ഇടയ്ക്കും കൂടുതൽ സ്റ്റുഡൻസിനെ കൊടുത്തോണ്ടിരുന്നത്, ഞാൻ ഫുൾ എഫേർട്ട് ഇട്ട് കൊടുത്തോണ്ടിരുന്നത് എനിക്ക് യൂണിവേഴ്സിറ്റി കമ്മീഷൻ വേണം. ആ കമ്മീഷന് എനിക്ക് ആളുകളുടെ ഇപ്പോൾ 3 FIR എന്ന് പറഞ്ഞല്ലോ, അതിലൊന്ന് എൻ്റെ കൂട്ടുകാരെയും ഞാനും കൂടെ കൊടുത്ത കംപ്ലൈൻ്റ് ആണ്. അതിനകത്ത് എന്തുകൊണ്ടാണ് ആ FIRൽ എൻ്റെ പേര് വന്നത് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ. അപ്പോൾ പോലീസുകാർ പറഞ്ഞ FIRൽ പേരിടാതിരിക്കാൻ പറ്റില്ല. അതുപോലെ കളമശ്ശേരി കാക്കനാടുള്ളതിലും അതുപോലെ തന്നെയാണ്, വീഡിയോ വഴി ലിങ്ക് ആയതുകൊണ്ടാണ് എനിക്കെതിരെ വന്നത്, അല്ലാതെ ഒരിക്കലും അവരുടെ പൈസ എൻ്റെ അക്കൗണ്ടിൽ വന്നതുകൊണ്ടോ ഒന്നുമല്ല. ഇനി ഈ പരാതിക്കാരി ശരിക്കും പോകണം, അവിടെ പോയി രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാനാണെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ പരാതിക്കാരിനെ ഞാൻ കുറ്റം പറയാത്ത എന്തുകൊണ്ടാ വെച്ചിട്ട് അവർക്ക് സുഖമില്ലാത്തൊരു കുണ്ടുണ്ട്, അവർ പോകണം എന്ന് ഉദ്ദേശിച്ചതൊരു കാര്യമാണ്. അവരുടെ ഫണ്ട് പല ആളുകളുടെ കയ്യിലായിട്ടുണ്ട്. അവരുടെ ഫണ്ട് അത് വാങ്ങിക്കൊടുക്കാൻ നിങ്ങളും അവരുടെ കൂടെ നിൽക്കണം, എന്റെ കൂടെ നിൽക്കണം. ഇത് കൂടാതെ വേറെ കുറെ കാൻഡിഡേറ്റ്സിന്റെ പൈസ ഉണ്ട്. ഞാനിതൊന്നും അവന്റെ ഫോട്ടോ പോലും ഞാൻ ഇടാതിരുന്നത് ആളുകളുടെ പൈസ കൊടുത്തോട്ട് നിർത്തിട്ട്. ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം അവൻ തന്നെ കുറെ ഫേക്ക് ID ഒക്കെ ഉണ്ടാക്കിയിട്ട് എനിക്കെതിരെ കുറെ വീഡിയോ ചെയ്യുന്നു, ആളുകൾക്ക് പൈസ കൊടുത്തോണ്ട് കുറെ കാരണം അവന്റെ അടുത്ത് കട്ടുവെച്ച പൈസ ഉണ്ട്. ഈ കട്ടുവെച്ച പൈസ അവൻ വാങ്ങിയിരിക്കുന്നത് അവന്റെ അക്കൗണ്ടില്, അവന്റെ അമ്മേന്റെ അക്കൗണ്ടിൽ മാത്രം 1/2 കോടിയിലേറെ രൂപ പോയിട്ടുണ്ട്, അമ്മായിമ്മേന്റെ അക്കൗണ്ടില്. അതുപോലെ തന്നെ അവന്റെ ഭാര്യന്റെ അമ്മേന്റെ അക്കൗണ്ടില്, സുഹൃത്തുക്കളുടെ അക്കൗണ്ടില്. ഈ അക്കൗണ്ട് ഹോൾഡേഴ്സിനെ മൊത്തം ഞാൻ വിളിച്ചതാണ്. അവർ പറഞ്ഞത് ഈ പൈസ കൊണ്ട് അവർ റിസോർട്ട് വാങ്ങാൻ വേണ്ടി തന്നതാണ്. അതുപോലെ ഇവൻ എന്താണ് ഇഞ്ചി കൃഷിന്റെ വളത്തിന്റെ പൈസ കൊടുത്തതാണ്. അങ്ങനെ ഇവൻ പറയുന്നത് UK അയച്ചു, അവിടെ സ്റ്റക്കായി എന്നാണ് പറഞ്ഞത്. പക്ഷെ അതൊന്നുമല്ല എന്നുള്ളത് പിന്നീടും അവന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, എന്താണ് ചേച്ചി ഞങ്ങളുടെ കൂടെ നിൽക്ക്, കുറച്ചും കൂടെ വർക്ക് വിസയ്ക്ക് നമുക്ക് ആളെ പിടിക്കാം, ആളെ പിടിച്ചിട്ട് നമുക്ക് ആ പൈസ എടുത്ത് കൊടുക്കാനുള്ളവരുടെ സോർട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞു നിന്റെ കൂടെ ഞാൻ നിൽക്കൂല, ആ വോയിസ് ഒക്കെ എന്റെതുണ്ട്, ആളുകളെ പറ്റിക്കാൻ ഞാൻ കൂടെ. സോ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന അന്ന ഗ്രേസ് എന്ന് പറഞ്ഞ് ഇവർ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സാണ്. ഇവരുണ്ടെങ്കിൽ കുറേയധികം വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സ്റ്റഡി എബ്രോഡിലൊക്കെ പോയി പഠിക്കുന്നത്, അതിനെക്കുറിച്ചൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇവരെ പേര് പറഞ്ഞ് ഇവർ ഒരു ഏജൻസിക്ക് വേണ്ടി ചെയ്തു കൊടുത്ത് വീഡിയോസൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷേ അവർക്ക് വന്ന ആൾക്കാർ അവരെ തേടിച്ചെന്ന ഈ ഒരു പരസ്യം കണ്ടിട്ട് ചെന്നവരെ പറ്റിക്കുകയൊക്കെയാണ് ഇവർ ചെയ്തത്. ആ ഒരു കാരണം കൊണ്ട് ഇപ്പോൾ ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് കേസും കാര്യങ്ങളൊക്കെ വന്നേക്കുവാണ്. അങ്ങനെ ആര്യ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ് ഇവർക്കെതിരെ കേസൊക്കെ കൊടുത്തിരുന്നത്. കാരണം ക്യാഷൊക്കെ കൊടുത്ത് വർക്ക് വിസ വേണമെന്ന് പറഞ്ഞ് പൈസയൊക്കെ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെ മോൾക്കാണെങ്കിൽ ഓട്ടിസം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം കുറേയധികം പൈസയൊക്കെ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ജോലിക്കൊക്കെ വേണ്ടി. അപ്പം പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് അവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവർ പറയുന്ന ഇവർ ഭയങ്കരമായിട്ട് ഇവരൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നാൽ പോലും ഇവരുമൊക്കെ അതിൻ്റെ മെയിനായിട്ടുള്ള ആളാണെന്നാണ് ആ ഒരു ആലിയ എന്ന് പറഞ്ഞ ഒരു കേസ് കൊടുത്തിട്ടുള്ള ആളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച സമയത്തുണ്ടെങ്കിൽ ഇവരെ വിളിച്ച സമയത്ത് ഞങ്ങൾക്ക് പൈസയൊക്കെ തിരിച്ചു തരാൻ പറഞ്ഞ സമയത്തൊക്കെ കൊണ്ട് അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞ് ഇനിയാണെങ്കിൽ അങ്ങനെ തരത്തില്ല അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ്
ഇഷ്യൂ ഒക്കെ ആയിട്ടുണ്ട്, ഇനിയിപ്പം നിനക്ക് അങ്ങനെ പൈസ തരത്തില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് ഭയങ്കരമായിട്ട് മെഴുകക്കമാണ്, ഇങ്ങനെ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ എന്നിരുന്നാൽ പോലും ഇവരൊക്കെ ചേർന്നിട്ടാണ് ആ ഒരു പണത്തിന്, ഇവർ പറഞ്ഞ വീഡിയോ കണ്ടിട്ടാണല്ലോ എല്ലാവരും കൂടെ ആ ഒരു ഏജൻസിയിൽ പോയത്. അപ്പം ഇവർ തിരക്കാതെ ഇത് ചെയ്തൊന്നും ഇവരെ പറ്റിച്ചെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പം ലൈസൻസ് ഇല്ലാത്ത ഇതിനെ ഇവരല്ലേ അതിനെപ്പറ്റിയൊക്കെ ചോദിക്കണം, നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനെപ്പറ്റി ഒന്നും തിരക്കാതെ ചുമ്മാ പൈസ കിട്ടിയ സമയത്ത് അതിന് കമ്മീഷന് വേണ്ടി ഇത്രയും ചതി ചെയ്തു. അത് അവസാനം ഇവർക്ക് തന്നെ പണി വന്നതാണ്, അല്ലാതെ വേറെ ഒന്നും തന്നെയില്ല. ഇപ്പം വീഡിയോ ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നതിനോട് ആർക്കും യോജിക്കാനൊന്നും പറ്റുന്നില്ല. ഇപ്പോൾ ഇവരെ വെളിയിൽ ഇവരാണിപ്പം എല്ലാത്തിനും പ്രതിയായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഒരു വിഷമത്തിൽ, അതുപോലെ തന്നെ ഇവർ പിടിക്കപ്പെട്ടു എന്നുള്ള ഒരു കാര്യം കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഇരുന്ന് വന്നിരുന്ന് ഇവരെല്ലാം ഇതൊന്നും ചെയ്തതെന്ന് പറയുന്നത്. ഇതിലൊന്നും ആരും വിശ്വസിക്കാൻ പോകുന്നൊന്നുമില്ല, കാരണം ഇവരാണല്ലോ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്.